ഇവിടെ കായിക മാമാങ്കം, ജില്ലാ കലോത്സവം തുടങ്ങി മത്സരത്തിലാണ് വിദ്യാർത്ഥികൾ എന്ന കാര്യം നമുക്ക് അറിയാം. വിവിധ രംഗങ്ങളിൽ അവരുടെ കലാപരീക്ഷണം വലിയ വാശിയോടുകൂടിയുള്ള മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കായിക രംഗത്ത് ഇന്ത്യ ഏറ്റവും പിന്നിലാണ്. അപൂർവം ചില ആളുകൾ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഒരു PT ഉഷയോ ഒരു ശൈനി അബ്രാഹമോ പീജ ശ്രീധരനോ പിന്നെ അങ്ങനെ ചില ആളുകളുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ നമ്മൾ ഇന്ത്യയിൽ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും നമുക്ക് കായിക രംഗത്ത് വലിയ സംഭാവന ചെയ്യാനും മെച്ചപ്പെട്ട പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതേസമയം ആഫ്രിക്കൻ നാടുകളിൽ പോലും അവർ സ്വർണം വാരി കൂട്ടുക അന്തർദേശീയ മത്സരങ്ങളിലെല്ലാം. ഇവിടെ നമ്മൾ വട്ടം കൂട്ടുകയാണ്. വല്ല ഓണോ വെങ്കലമോ എന്തെങ്കിലും കിട്ടിയേ കിട്ടി. ഇതാണ് നമ്മുടെ അവസ്ഥ. 130 കോടി ജനമുണ്ട്. ചൈനയാണ് ലോകത്തെ പ്രമുഖമായ സ്ഥാനമാണ് കർത്തവ്യം തൊട്ടടുത്ത. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞാൽ 49-ലാണ്, നമ്മൾ 47-ലാണ്. അമേരിക്കയാണ് വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. റഷ്യ ലോകത്തെല്ലാ കൊച്ചു രാജ്യങ്ങളടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, സ്വർണം നേടുന്നു. അഭിമാനകരമായി കായിക രംഗത്ത് ലോകത്ത് ഉയർന്നു നിൽക്കുന്നു എങ്കിൽ പ്രിയമുള്ളവർ, നമ്മുടെ കേരളം, അത് ഇന്ത്യ, ഭാരതം, നമ്മുടെ സംഭാവന വട്ടപൂജ്യമാണെന്ന് പറയുന്നതായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത്തരം കലോത്സവങ്ങൾ ഇപ്പോൾ സംസ്ഥാന കലോത്സവം നടക്കാൻ പോവുക, വലിയ വില പരീക്ഷകൾ. ഇവിടെ ഇപ്പം ജില്ലാതലത്തിലാണ് മത്സരം. ഈ ജില്ലാതല മത്സരങ്ങളിലെല്ലാം പുതിയ പ്രതിഭകളെ കണ്ടെത്താനും കായിക രംഗത്ത് വളർന്ന് മെച്ചപ്പെട്ട നില നമ്മുടെ രാജ്യത്തിന് നേടിക്കൊടുക്കാൻ ഉള്ള പരിശ്രമം അഥവാ ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്ന ഈ പോരാട്ടം എന്ന് ഞാൻ കാണുകയാണ്. ഇവിടെ ഇത്തവണ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ജില്ലാ കായികോത്സവത്തിന് പ്രിയമുള്ളവര് 10,40,000 രൂപ സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കലാമാമാങ്കം ഇനി തുടർച്ചയായി 2 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന, നാളെയും നാളെ കഴിഞ്ഞുമായി നടക്കാൻ പോകുന്ന മാമാങ്കം പുതിയ കലാകാരന്മാരെ, പ്രതിഭകളെ കണ്ടെത്താൻ നിശ്ചയമായി കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു.